ഇന്ന് ഞാനൊരു അടിപൊളി സാമ്പാർ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതിനു മുമ്പായി എല്ലാവരും സേഫായി വീട്ടിലിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഞങ്ങളെല്ലാവരും സേഫാണ്. ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയറും ലൈക്കും ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ 3 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു കഷ്ണം പച്ചക്കായ്, ഒരു മുരിങ്ങക്കായ്, മത്തൻ, പിന്നെ ഒരു 20 ചെറിയുള്ളി, പിന്നെ ഒരു 4 കോവക്ക, 2 പച്ചമുളക്, ഒരു ക്യാരറ്റ്, ഒരു 2 ഉരുളക്കിഴങ്ങ്, ഒരു 8 വെണ്ടയ്ക്ക, പിന്നെ കുറച്ച് സാമ്പാർ പൊടി കുതിർത്ത് വെച്ചത്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പം നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് സാമ്പാർ പരിപ്പ് വേവിച്ചെടുക്കാം, അഥവാ തുവരപ്പരിപ്പും. ഞാൻ 1 ഗ്ലാസ് തുവരപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഒരു 2 വിസിൽ അടുപ്പിച്ചാൽ മതി. ഇത് നല്ലവണ്ണം വെന്ത് കിട്ടും. അതിനുശേഷം സാമ്പാറിലൊക്കെ ആഡ് ചെയ്യുന്ന എല്ലാ പൊടികളും ഞാനൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട്. ആദ്യം ഒരു ഫ്രൈ പാൻ വെക്കുക. അത് ചൂടായതിന് ശേഷം ഫ്രൈ പാൻ മാറ്റി വെച്ചതിന് ശേഷം വേണം എല്ലാ പൊടികളും ചേർക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകും. ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് നോർമൽ മുളക് പൊടി, 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി, പിന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 2.5 സ്പൂൺ സാമ്പാർ പൊടിയാണ്. ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഈസ്റ്റേണിൻ്റെ നല്ല മണമാണ് വരുന്നത്. 2.5 സ്പൂൺ സാമ്പാർ പൊടിയാണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 2 സ്പൂൺ മല്ലിപ്പൊടി. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കിയെടുക്കാം. സെയിം റേഷ്യോയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ അളവ് നിങ്ങൾക്ക് ജസ്റ്റ് സാമ്പാർ പൊടി ഫ്രൈ ചെയ്ത് മാറ്റി ഒരു ഡപ്പയിൽ റെഡിയാക്കി വെക്കാം. ഇപ്പോൾ സാമ്പാർ ഉണ്ടാക്കണം തോന്നുമ്പോൾ അതിൽ നിന്ന് എടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നമുക്ക് ഇത് മാറ്റി വെക്കാം. അതിനുശേഷം ഒരു പാത്രം എടുത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതൊരു 20 ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഈ പച്ചക്കറി എല്ലാം ജസ്റ്റ് ഒന്ന് എണ്ണയിട്ട് വഴറ്റിയതിന് ശേഷമാണ് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് വേവിക്കുന്നത്. ഞാൻ ഡയറക്റ്റ് പരിപ്പിലേക്ക് ഈ പച്ചക്കറി ഇട്ട് വേവിക്കുകയല്ല ചെയ്യുന്നത്. ജസ്റ്റ് ഇതുപോലെ ചെയ്തിട്ട് ഇതിലേക്കാണ് പരിപ്പും മസാലപ്പൊടികളും ഞാൻ ചേർക്കുന്നത്. അപ്പം ഉള്ളി ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും മാത്രമാണ് ഫസ്റ്റിൽ നിങ്ങൾ വഴറ്റേണ്ട സാധനം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി എല്ലാ പച്ചക്കറികളും ഒരുമിച്ചിട്ട് നിങ്ങൾക്ക് വഴറ്റാം. ഇപ്പം തക്കാളി ജസ്റ്റ് ഇട്ട് വഴറ്റിയതിന് ശേഷം ബാക്കി പച്ചക്കറികൾ നമുക്ക് ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ തേങ്ങ അരയ്ക്കാണ്ടാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. തേങ്ങ അരച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുന്ന രീതി ഉണ്ട്, അത് വേറെ ടേസ്റ്റാണ്. ഇപ്പോൾ എല്ലാ പച്ചക്കറിയും ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. ഈ മെത്തേഡാണ് എനിക്ക് വളരെ ഈസി ആയിട്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച മസാല, ഇത്രയൊന്നും ഫസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണ്ടേ. അതിനുശേഷം പരിപ്പ്, പുളി, ഇത്രയും കാര്യം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 വിസിലായിട്ടുണ്ട്, പരിപ്പ് വെന്തിട്ടുണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇതിപ്പോൾ നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. മസാല പൗഡർ നമുക്ക് ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ജസ്റ്റ് എണ്ണയിൽ വഴറ്റുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളൊന്നും ഉടഞ്ഞു പോവില്ല. നല്ലൊരു വെന്ത് കഴിഞ്ഞാൽ നല്ല വേറിട്ട് നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എണ്ണ യൂസ് ചെയ്തിട്ട് അതിലേക്ക് ജസ്റ്റ് പച്ചക്കറികളൊക്കെ ജസ്റ്റ് വഴറ്റിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. ഉപ്പിൻ്റെ അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും കുറച്ച് കൊടുക്കാൻ നോക്കുക. പിന്നെ വേണം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടിപ്പോയി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഉപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം ഇടുമ്പോൾ. പിന്നെ വെള്ളം കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച പരിപ്പും കൂടി ആഡ് ചെയ്യാം. പിന്നെ പുളി, ഈ 2 കാര്യങ്ങളാണ് നമുക്കിനി ആഡ് ചെയ്യാനുള്ളത്. ഇതിലേക്ക് കുതിർത്ത് വെച്ച പുളി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു വലിയൊരു ഉണ്ട പുളിയാണ് ഞാൻ കുതിർത്ത് വെച്ചത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് പരിപ്പാണ്.
ഇതിന് തുവരപ്പരിപ്പെന്നും പറയും, സാമ്പാർ പരിപ്പെന്നും പറയും. ഇങ്ങനെയാണ് ഓരോ നാട്ടിൽ ഓരോ ശൈലിയാണ് പറയുന്നത്. ഇത് വെന്തിട്ടുണ്ട് നല്ലവണ്ണം. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് 2 വിസിലിൽ. ഇനി ഇതിലേക്ക് കുറച്ച് കായം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒരു 1/4 സ്പൂൺ, അതായത് 1/4 സ്പൂണിൻ്റെ അടുത്ത് ഞാൻ ആ കായം ആഡ് ചെയ്തിട്ടുള്ളൂ. കായം ഉപ്പും പ്രത്യേകം ശ്രദ്ധിക്കണം, കൂടാതെ നോക്കണം. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കുറവുണ്ടെങ്കിൽ. കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം 1/4 സ്പൂണ് കായം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 20-25 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് പച്ചക്കറികളൊക്കെ കുക്കായിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക കൂടെ ബാക്കിയുണ്ട് ഇട്ട് കൊടുക്കാൻ. ജസ്റ്റ് ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഉടച്ച് നോക്കാം. അത് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വെണ്ടയ്ക്കയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പച്ചക്കറിയുടെ കൂടെ ഇട്ട് കൊടുക്കാത്തതിന് കാരണം വെണ്ടയ്ക്ക ഇപ്പോൾ നേരത്തെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മൊത്തം വെന്ത് കലങ്ങിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ മാറ്റി വെച്ചത്. ഇനി നമുക്ക് വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെണ്ടയ്ക്ക ആഡ് ചെയ്തൊരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് മതിയാവും. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ വെണ്ടയ്ക്ക കലങ്ങിപ്പോകും. അതുകൊണ്ടൊരു 10 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി അടച്ചിട്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്ന് നമുക്ക് നോക്കാം. ഉപ്പ് കുറവുണ്ട്, ബാക്കി മസാലകളൊക്കെ കറക്റ്റാണ്. അപ്പം ഞാൻ 1/2 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഓൾറെഡി സാമ്പാർ പൊടി നേരത്തെ ചൂടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കുറവുണ്ടെങ്കിൽ നമ്മൾ അതുകൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. കായം ആഡ് ചെയ്ത് കൊടുക്കുക കുറവുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ഉപ്പ് മാത്രമേ കുറവുള്ളൂ, അപ്പം ഉപ്പ് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. നല്ല മണം വരുന്നുണ്ട്. വറുത്തത് കൊണ്ടാണ് ഇത്ര നല്ല സ്മെല്ലും നല്ല കളറും. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു ചെറിയൊരു കഷ്ണം ശർക്കരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശർക്കര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു പ്രത്യേക ഒരു ഫ്ലേവറും ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് ഞാൻ ഒരു ചെറിയ കഷ്ണം ശർക്കര ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഫ്രൈ പാൻ ചൂടാൻ വെക്കാം. അത് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഈ പൊടി സാമ്പാർ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു മെത്തേഡിൽ എല്ലാവർക്കും ഇഷ്ടമാവും. നല്ല കളറും നല്ല സ്മെല്ലുമാണ്. ഞാൻ ഈ പച്ചക്കറി എല്ലാ ക്വാണ്ടിറ്റി ഞാൻ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് രാത്രിത്തേക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് കുറച്ച് മല്ലിയിലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരോട് തികച്ചും ഒഴിവാക്കാം ഈ ഒരു പാട്ട്. എന്തായാലും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് വെക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. എന്നിട്ട് എല്ലാവരും അഭിപ്രായം കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഷെയറും ലൈക്കും ചെയ്യണം. കണ്ടോ, ഒരു അടിപൊളി സാമ്പാർ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സാമ്പാറാണ്. അപ്പം എല്ലാവർക്കും താങ്ക് യു. ഒരു പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും ബൈ.